ഹലോ ഗൈസ്, വെള്ളത്തിൽ കിടക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നീന്താൻ അറിയില്ല. അങ്ങനെയുള്ള എന്നെ സ്വിമ്മിങ് പഠിപ്പിക്കാൻ കൊണ്ടുപോയ കഥയാണ് ഇത്. എൻ്റെ മാതാശ്രീക്ക് ഞാൻ വെള്ളത്തിൽ പൊങ്ങി കിടക്കണം അത്രേ ഉണ്ടായിരുന്നുള്ള ആഗ്രഹം. നമ്മളെയും കൊണ്ട് പറ്റുമോ? എവിടെ? ദാദീ നിൽക്കുന്ന സ്ത്രീ എന്നെ കൊണ്ടാക്കി. അതിനുശേഷം നടന്നത് ചരിത്രം. ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ കൊടുത്താലോ. വന്നപ്പോൾ ദേഷ്യം ഇപ്പം സന്തോഷമായി മാറി. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഫസ്റ്റ് ഡേ റിവ്യൂ ഞാൻ പറയാം ഗൈസ്. അപ്പോൾ today was my first day of swimming. All good. അന്ന് തന്നെ എനിക്കൊരു ബേസ് കിട്ടി. അതാണ് ആ സന്തോഷത്തിൻ്റെ റീസൺ. ഞാനൊരു 6:30 പോണത്. ആ ടൈമിൽ ഇങ്ങനെ ശാന്തമായി കിടക്കുന്നുണ്ടാവും പോൾ നമ്മളെ നോക്കിയിട്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നിറച്ച ആൾക്കാരുണ്ടാവും. ഞാൻ പോയ ഫസ്റ്റ് ഡേ ഒക്കെ ഭയങ്കര റഷായിരുന്നു. ദീ കാണാണ് പിള്ളേർ കിടക്കുന്ന സ്ഥലം. ഇനി ഞാൻ പോവാറാകുമ്പോൾ എങ്ങനെയാണെന്ന് കാണണ്ടേ? ഇങ്ങനെ എൻ്റെ സെക്കൻഡോ തേർഡോ ഡേയിൽ അമ്മ എടുത്ത വീഡിയോ ആണിത്. അപ്പോഴേ ഞാൻ ഒരു പ്രോയായി. എന്ത് ചെയ്യാനാന്ന് പറ. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞില്ല അല്ലേ. എൻ്റെ ക്ലാസ് 20 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 20 days. 20 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. നിങ്ങളുടെ കഴിയോലിരിക്കും. പക്ഷെ ഞാൻ പഠിച്ചു. അതാണ് ട്വിസ്റ്റ്. ആക്ച്വലി എനിക്ക് പഠിക്കാമെങ്കിൽ നിങ്ങൾക്കും പഠിക്കാവുന്നേ ഉള്ളൂ. ഞാൻ കാര്യം വെറുത്തിട്ടാണ് വന്നത്. എൻ്റെ അമ്മയുടെ ഒറ്റ നിർബന്ധത്തിൽ മാത്രമാണ് ഞാൻ സ്വിമ്മിങ് പഠിക്കാൻ വന്നത്. ആദ്യമൊക്കെ ദേഷ്യം തോന്നെങ്കിലും പിന്നെ ഈ മുഖം കാണുമ്പോൾ എങ്ങനെ ദേഷ്യപ്പെടണേ. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റിയില്ലായിരുന്നു. ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരാഴ്ച സിക്കായിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും പോയി ഒരു 20 ദിവസം അടുപ്പിച്ച് കംപ്ലീറ്റ് ആക്കിയത്. ഞാനൊരു 10th 12th ഡേ ഒക്കെ ആയപ്പോൾ നീന്തി കാണിച്ചത്. എന്നെപ്പോലെ വെള്ളം ഇഷ്ടമുണ്ടായിട്ട് നീന്താൻ പറ്റാണ്ട് പേടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പോണത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണെന്നാണ് ഞാൻ പറയുക. കാരണം നിങ്ങൾക്കും പഠിക്കാൻ പറ്റൂടോ. ഇതൊക്കെ പഠിച്ചാൽ അത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അങ്ങനെ എൻ്റെ ലാസ്റ്റ് ഡേ ആയി. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.